ഹായ് ഓൾ, ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായൊരു സ്ഥലത്താണ് ഫുഡ് കഴിക്കാൻ പോണത്. ഇവിടെ ഫുഡ് കഴിക്കാൻ ആരും കാശൊന്നും കൊടുക്കണ്ട, ആവശ്യം പോലെ കഴിക്കാം. ഇവിടെ ഒരേ തരത്തിലുള്ള ഭക്ഷണം ഒരേ സ്ഥലത്തിരുന്ന് എല്ലാവരും ഒരുമിച്ച് കഴിക്കാം. ഇവിടെ എല്ലാവരും തുല്യരാണ്. പണക്കാരനെന്നും പാവപ്പെട്ടവനെന്നുള്ള വേർതിരിവൊന്നും ആർക്കും ഇല്ല. അന്നദാനം ഉണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറന്നവിടെ എത്തി. ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് ഓർമ്മ വന്നത്, മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് അടുത്തൊരു അമ്പലമുണ്ട്. അവിടെ ഉത്സവ സീസൺ ആകുമ്പോഴത്തേക്ക് അന്നദാനം കൊടുക്കുമ്പം കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും കൂടി ഉച്ചയ്ക്ക് കഴിക്കാൻ പോകും. അന്ന് നമ്മൾ ഫുഡൊന്നും കൊണ്ടുവരില്ല. അങ്ങനെ അതൊക്കെ ഓർത്തിരുന്നാണ് ഞാൻ കഴിക്കണത്. ഇവിടെ അടുത്തുള്ള എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ തന്നെയാണ് പാചകം എല്ലാം ചെയ്ത് ഇവിടെ തന്നെ വിളമ്പി കൊടുക്കും. വളരെ ചെറിയൊരു അമ്പലമായതുകൊണ്ട് തന്നെ അവിടെ അടുത്തൊക്കെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് രതീഷ് ചേട്ടൻ. ഈ ചേട്ടൻ്റെ കുടുംബക്ഷേത്രമാണ്. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഞാൻ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് രാത്രിയിൽ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് പുട്ടിയൊക്കെ അടിച്ച് ഞാൻ വീണ്ടും വന്നു. ഉച്ചയ്ക്ക് ദായുനെ കൊണ്ടുവരാൻ പറ്റിയില്ല, അതുകൊണ്ട് രാത്രി ദായുനെയും കൊണ്ടാണ് വന്നത്. നല്ല പൂ പോലത്തെ ഇഡലിയും ചമ്മന്തിയും സാമ്പാറും കൂടാതെ രസവടയും ഉണ്ട്. അങ്ങനെ എല്ലാം കഴിച്ചു. രാത്രി കുശാലായി. അന്നദാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നാട്ടിലെ എല്ലാ ആൾക്കാരും ജാതിയും മതവും മറന്ന് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു. അത് വല്ലാത്തൊരു ഫീലാണ്. ഈ ഒളിച്ചിരുന്ന് മുഖം കാണിക്കാതെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളിന് എവിടെയെങ്കിലും പരിചയമുണ്ടോ? പിന്നെ അത് കഴിഞ്ഞ് കുട്ടികളുടെ ചെറിയ രീതിയിലുള്ള ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ രീതിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്ന ചെറിയ അമ്പലമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.